PM ശ്രീ പദ്ധതി സംഘപരിവാറിന്റെ അജണ്ടയാണെന്നും കേരളം ഇത് നടപ്പിലാക്കില്ലെന്നുമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിന് സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹം പലപ്പോഴും നിലപാട് പ്രഖ്യാപിക്കുക. അത് പലപ്പോഴും നിലപാടുകൾ മാത്രമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ആക്ഷൻ എവിടെ, റിയാക്ഷൻ എവിടെ എന്ന് ചോദിച്ചാൽ അത് FBയിലെ പോസ്റ്റാണ് എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പരക്കെ ഒരു ആക്ഷേപമുണ്ട്. ഏതായിരുന്നാലും അന്ന് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന നയങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരമുള്ള ആരാധക കൂട്ടം അദ്ദേഹത്തിന് സംഘപരിവാറിൻ്റെ ഇവിടെ വാഴിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി അത്ര കരുത്തനാണ് എന്നൊക്കെ കാണിച്ച് അദ്ദേഹത്തിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്ത് വന്നതിന് ഇടയിലാണ് ആരാരും അറിയാതെ ഒരു ദിവസം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു മേധാവി ഡൽഹിയിൽ പോയി പതിയെ ആരോടും പറയാതെ, മാധ്യമങ്ങൾ അറിയാതെ, എന്നാൽ മാധ്യമങ്ങൾ അത് കണ്ടുപിടിച്ചു എന്നത് മറ്റൊരു കാര്യം, അങ്ങനെ ഒപ്പിട്ട് ഇന്ന് കേരളം ആ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ പദ്ധതിയിൽ ഒപ്പിട്ട് ത്രിതംഗ പുളകിതരായിരിക്കുകയാണ്. സംഘപരിവാറിനെ തടയുന്നത് ഞങ്ങളാണെന്നും ഞങ്ങൾ മാത്രമാണെന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമേ സംഘപരിവാറിനെ തടയാനും മറ്റും സാധിക്കുകയുള്ളൂ എന്നും നാഴികക്ക് 40 വട്ടം പറയുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. ഒടുവിലിതാ മുന്നണിയിലോ നിയമസഭയിലോ പോലും ചർച്ച ചെയ്യാതെ കിട്ടാൻ പോകുന്ന 1466 കോടി രൂപ വെറുതെ നഷ്ടപ്പെടുത്തണമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം കേന്ദ്ര സിലബസായ NCERT പ്രകാരം ഇനി പഠനം നടത്താനുള്ള അനുവാദം നൽകുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി മൂലം സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ചെയ്യുന്നത്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് PM ശ്രീ. ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും. ഇതിനൊപ്പം PM ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം. ഇതിൽ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടും കേരളം എന്ത് സമീപനം സ്വീകരിക്കും എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിലാണ് വളരെ കൃത്യമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുള്ളത്. അതെന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് നമുക്കിപ്പോഴും വ്യക്തത വരാത്തതും അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതും കൊണ്ട് തന്നെ ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഒന്നുറപ്പാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ വിചക്ഷകർ, കേരളത്തിലെ സാമൂഹ്യ വിചക്ഷകർ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, എന്തിന് SFI പോലും ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞതാണ്. SFI പോലും എന്ന് പറയാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭരിക്കുന്ന ആ മുന്നണിയുടെയും പാർട്ടിയുടെയും പ്രബലമായ വിദ്യാർത്ഥി സംഘടനയാണ്. KSTU എന്ന് പറയുന്നത് ഇടതുപക്ഷ അധ്യാപക സംഘടനയാണ്. അവർ ഇതിനെ എതിർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എതിർത്തൊരു കാര്യം സർക്കാർ ഇവരെയൊക്കെ മറികടന്ന് ചെയ്യുമ്പോൾ അതിനകത്ത് സംതിങ് റോങ് എന്ന് മാത്രമാണ് പ്രാഥമികമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഒരു കാര്യം വ്യക്തമാണ്, കേരളം എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ സ്വന്തം അധ്യാപക സംഘം, നേരത്തെ പറഞ്ഞതുപോലെ KSTUയുടെയും അതോടൊപ്പം തന്നെ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIയുടെയും വാക്ക് പോലും കേൾക്കാതെ, അവരെ അറിയിക്കാതെയും എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഒരു രഹസ്യ ഒപ്പിടൽ നടന്നത് എന്ന സംശയം സ്വാഭാവികമായിട്ടും ആളുകൾക്കൊക്കെ ഉണ്ടാകും. ആ സംശയം എല്ലാം പോട്ടെ, PM ശ്രീ പദ്ധതിയിൽ തങ്ങൾ പങ്കാളികളാകില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞവരാണ് CPM നേതാക്കളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമല്ല. അന്ന് പറഞ്ഞത് RSS അജണ്ട കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു. ഇന്ന് അതേ നിങ്ങൾ തന്നെ പദ്ധതിക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അന്ന് പറഞ്ഞ RSS അജണ്ട നടപ്പിലാകില്ല എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഉറപ്പ് എന്താണ്? ജനങ്ങളോട് ഇക്കാര്യങ്ങൾ മറയില്ലാതെ പറയാൻ CPMഉം സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും തയ്യാറാവേണ്ടതുണ്ട്. പദ്ധതിയിൽ ഏറ്റവും രസകരം 60% കേന്ദ്ര സർക്കാർ വഹിക്കുമ്പോൾ അതിൻ്റെ 40% ഫണ്ട് വഹിക്കുന്നത് കേരളമാണ്. കേരളത്തിൻ്റെ കൂടി പങ്കാളിത്തമുള്ള പദ്ധതിയിൽ സംഘപരിവാർ അജണ്ടകളെ കുത്തിനിറക്കുന്ന പാഠ്യപദ്ധതികൾ വരുന്നതിനെ ആശങ്കയോടെ നിങ്ങൾ കാണുന്നില്ലേ എന്നൊരു ചോദ്യം സർക്കാരിനോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് അതിന് ഉത്തരം തരിക? കാരണം നിങ്ങൾ തന്നെ പറഞ്ഞത് ആശങ്കയുണ്ട് എന്നാണ്. ആ ആശങ്കയുള്ള പദ്ധതിയിൽ ഇപ്പോൾ നിങ്ങൾ എന്തിനു ഒപ്പിട്ടു എന്നതാണ് അടുത്ത ചോദ്യം. അതൊരു ചോദ്യമാണ്. അതുമല്ല, പദ്ധതി നിങ്ങൾക്ക് ആശങ്കയായി തോന്നാത്ത പല പ്രശ്നങ്ങളും ഉണ്ടോ? ഇതൊന്നുമല്ലെങ്കിൽ ഇതുവരെ മാലോകർ കണ്ടിട്ടില്ലാത്ത ഒപ്പിട്ടു എന്ന് പറയപ്പെടുന്ന പദ്ധതിയുടെ കരടിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ആ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുറത്ത് ആരും കണ്ടിട്ടില്ല, മാധ്യമങ്ങൾ കണ്ടിട്ടില്ല, വിദ്യാഭ്യാസ വിചക്ഷകർ കണ്ടിട്ടില്ല, പൊതുസമൂഹം കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഇത് കണ്ടത് ഒപ്പിട്ട നിങ്ങൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ അക്കാര്യം നിങ്ങൾ എന്താണ് ജനങ്ങളോട് പറയാൻ ഇത്ര വൈകുന്നത്? എന്താണ് അതിലൊക്കെ ഒളിക്കാനുള്ളത്?
അവ പ്രബുദ്ധരായ മലയാളി സമൂഹത്തോട് പറയാത്തിടത്തോളം കാലം CPM ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്യുന്നത്, സർക്കാർ ചെയ്യുന്നത് അതൊരു വലിയ തെറ്റാണ്. RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുക, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോവുക തുടങ്ങിയവയെല്ലാം CPM തന്നെ ഉന്നയിച്ചിരുന്ന വാദങ്ങളാണ്, ഞാൻ പറയുന്നതല്ല. ഇതിന് പുറമെ സ്കൂളിൻ്റെ ഘടനയിലും മാറ്റമുണ്ടാകും. കേന്ദ്ര നയമനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം, 3 മുതൽ 5ാം ക്ലാസ് വരെ 2ാം ഘട്ടവും, 6 മുതൽ 8 വരെ 3ാം ഘട്ടവും, 9 മുതൽ +2 അഥവാ 12 വരെ 4ാം ഘട്ടം അഥവാ 5+3+3+4 എന്ന രീതിയിലാണ് കേന്ദ്രത്തിൻ്റെ നയത്തിൽ വരുന്നത്. ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നതല്ല എന്ന് കേരളത്തിന് വ്യക്തമായിട്ടറിയാം. കേന്ദ്രത്തിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകിയാണ് ഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി എതിർത്തു വന്ന പദ്ധതിക്കാണ് സർക്കാർ ഇതോടെ വഴങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഇനി ഒപ്പിടാനുള്ളത് പശ്ചിമ ബംഗാളും അതോടൊപ്പം തന്നെ തമിഴ്നാടും പുതുച്ചേരിയുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പദ്ധതിയിൽ ഒപ്പിട്ട സാഹചര്യത്തിൽ കേരളത്തിന് തടഞ്ഞു വെച്ച 1500 കോടിയോളം രൂപ ഉടൻ വിതരണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുക, ഈ ഒപ്പിടൽ നടത്തുന്നത് കോൺഗ്രസ് ആണെങ്കിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ആയിരുന്നുവെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങളായിരിക്കും കേരളത്തിൻ്റെ തെരുവുകളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും നടക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുക, വിദ്യാർത്ഥി സമരങ്ങൾ നടത്തുക, സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ നടക്കുക. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് മാത്രം നമ്മൾ ആലോചിക്കുക. കോൺഗ്രസ്സിനെ ഇംഗ്ലീഷിൽ RSS എന്ന് എഴുതിക്കൊണ്ടാണ് കോൺഗ്രസ് എന്ന് പലപ്പോഴും ഇടത് സൈബർ പ്രൊഫൈലുകൾ വിശേഷിപ്പിക്കുന്നതും ഇപ്പോഴും ആ തരത്തിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ആ ഒരു കാലത്താണ് SFIയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ ഈ നീക്കം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. CPIയുടെ പരാതിയുടെ ശബ്ദം ഉയരുമോ, അല്ലെങ്കിൽ ആ ഉയർന്ന ശബ്ദം എത്ര കാലത്തേക്ക് ഉണ്ടാകും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടതുണ്ട്. കാരണം ബിനോയ് വിശ്വം വളരെ ശക്തമായിട്ട് പറയുന്നു, മുന്നണി മര്യാദയുടെ ലംഘനമാണ്. ഇതൊരു മുന്നണി മര്യാദയുടെ മാത്രം പ്രശ്നമായിട്ടാണ് അപ്പോഴും രാഷ്ട്രീയവൽക്കരണം നടക്കുന്നത്. ആ ഒരു തരത്തിലേക്ക് ഇതിൻ്റെ ചർച്ചകളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഏതായാലും പദ്ധതിയുടെ പൂർണ്ണ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വരാത്തതിനാൽ, അതല്ലെങ്കിൽ പുറത്ത് വിടാത്തതിനാൽ V. ശിവൻകുട്ടിക്ക് നമ്മൾ കൃഷിക്കും വീട് വെക്കാനുമെല്ലാം കേന്ദ്ര ഫണ്ടുകൾ വാങ്ങുന്നുണ്ടല്ലോ, അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം വാങ്ങുന്നു, അതിലെന്തിരിക്കുന്നു എന്ന ക്യാപ്സൂളുകൾ പറയേണ്ടി വരും. ആ ക്യാപ്സൂൾ ഇനി ആരൊക്കെ ഏറ്റെടുക്കും, ആരൊക്കെ അടിച്ചേൽപ്പിക്കും എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ആ ഒരു NEPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി റിപ്പോർട്ട് നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇത് നമ്മൾ പറയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഈ പദ്ധതി ഒളിഞ്ഞും തെളിഞ്ഞും നടപ്പിലാക്കാൻ എന്തായിരുന്നു കാര്യം എന്നതുകൊണ്ട് മാത്രമാണ്. കാരണം നേരത്തെ ഈ പദ്ധതിയെ നഖശിഖാന്തം എതിർക്കുമെന്ന് പറഞ്ഞവർ തന്നെയാണ് ആരും അറിയാതെ പോയി ഒപ്പിട്ട് കൊടുക്കുന്നത് എന്നതിൽ സംതിങ് റോങ് എന്ന് മാത്രമാണ് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിലെ ചതി എന്താണ്, അതിലെ പോസിറ്റീവ് എന്താണ്, അതിലെ നെഗറ്റീവ് എന്താണ് എന്നത് കൃത്യമായി കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. Way2Nikah.com, the exclusive Muslim matrimonial site.